ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റുണ്ടാവോ? വെളുക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടമ്മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമീലെ, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യം 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ സ്ട്രിക്റ്റാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ കൊണ്ടുവാ. വേണം നിലാട വേണം ഒഞ്ചാറ് പനങ്കിളിക്ക് മിക്കാറ് പുരുളി ചായ. എന്താ ജമീലെ, വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ, ഹലോ. എടാ, നിന്റെ പരിപ്പൊന്നും വേഗത്തില്ലടാ പുന്നാര മോനെ. വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഓടിക്കണമെന്റെ ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് എന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നുന്ന ആളാ. നിങ്ങൾ പറഞ്ഞതുപോലല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം. അതെ. പ്രതിവിധി ഉണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂട്ടം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട് ആവാഹിച്ചു തരാം. അത് വീട്ടിന്റെ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കി പുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് 2 എണ്ണം വേണ്ടി വരും. 10ൽ താഴെ ഒരു അക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6, 3, 9. 9, 2, 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9, 2 പോകാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാമല്ലോ. അയ്യോ, അതെന്തിനാ? നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. ഒരു 4ാം വേദക്കാരിയല്ലേ? അതെ സ്വാമി.
അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുവോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. ഇതിലിട്ടോളൂ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും. ഓ, ഈശ്വരാ, ഇനി 1 മണിക്കൂർ കൊണ്ട് മുസ്ലിം ആകണം. ഇന്ന് ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ ജമീലക്ക് ഈത്തപ്പഴം മേടിച്ചോണ്ട് വരും. നാരായണ, ചാച്ചി വിളിച്ച. ഈ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യാൻ അച്ഛൻ മറ്റൊരു വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ചേച്ചിയുടെ മുറി കിടക്കാൻ ഒരാളായി. എന്തിനു പുതിയ ആള് നോക്കുന്നേ? ജമീലയല്ലേ പറഞ്ഞത് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്ന്? സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നാരായണ, വണ്ടിയിട്. മാറിക്കളഞ്ഞത്. അയ്യോ, പോകാം മോളെ. അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹമാസകലം വേദനയാ. കോട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരിഞ്ഞാലേ നേരെയാകത്തുള്ളൂ. ഓ, വാ. ആ ജമീലെ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, DSP സാറിനോട് വരണമെന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനും വീടെല്ലാം പോട്ടി മോളെ കൊണ്ട് സ്കൂളിലാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ? സിസിലി, ആ ബെഡ് നമ്പർ 40 രോഗിയെ മാറ്റിയേക്ക്. ശരി ഡോക്ടർ. ഇത് ബുള്ളറ്റ് കൊണ്ട് മുറിവാണല്ലോ. അല്ല ഡോക്ടർ, ബൈക്കിന് വീണതാ. നോ നോ, ദിസ് ഇസ് ബുള്ളറ്റ് വോണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ബൈക്കിൽ നിന്ന് വീണ ഡോക്ടർ. വീണത് ശരിയായിരിക്കാം, പക്ഷെ ഈ പാട് ബുള്ളറ്റിന്റേതാണ്. ജോസ്, ഗോ ആൻഡ് കോൾ ദ പോലീസ്. പോലീസിനൊന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആരാ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചെന്നറിയോ? ആരായാലും സാധ്യമല്ല. വിളിച്ചോട്ട് പോണം മിസ്റ്റർ. ഡോക്ടർ, അവരിപ്പം കുഴപ്പക്കാരാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. എന്തായി? അവർക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ വില്യംസ് ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ലക്ഷ്മി കയറി വന്നു. അവര് മഹാദേവന്റെ ഭാര്യയാണ്. ഓഹോ, അവന്റെ കുഞ്ഞെവിടെയാ പഠിക്കുന്നത്? സെയിന്റ് ആന്റണി. നീ ഏത് വേഷം കെട്ടി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ച് താമസിച്ചാലും ഈ കരിമ്പുലി ആന്റണി നിന്നെ വീടിലടാ മഹാദേവ. ആന്റണി, ഞാൻ പറയുന്നതൊക്കെ നീ പറയുന്നത് ഞാൻ കേൾക്കാൻ നീ ആരാ? കുസുളി ചമ്മാലോ അല്ല കൂതറ കുഞ്ഞാമീനോ? ആരീ നീ? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ദേശദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഞാൻ. ആന്റണി, എന്റെ കുഞ്ഞ് അപകടത്തിലാണ്. ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടുള്ളവനെ കരിമ്പുലി ആന്റണി, യു ആർ അണ്ടർ അറസ്റ്റ്. കം ഓൺ. വെയിറ്റ്, വേർ ഇസ് ദ വാറന്റ്? அந்த நடிகர் சிவாஜி கணேசனை மட்டும் நடிப்பு படிப்பிக்காதடா. இதாண்ட கண்ணா வார்ந்து. വാറുണ്ട് വായില്. എവിടെ 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 എവിടെ? ഇപ്പൊ ഇത് നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയി തപ്പിയാ മതി സാർ. എടാ, നീ വേറെ വാറന്റുമായി നാളെ വീട്ടിലേക്ക് വാ. ഞാൻ ഒരുങ്ങിയിരിക്കാം. വഴിന്ന് മാറേ.
അടുത്ത് വരുന്നത് വേണ്ട. വേണ്ട അടുക്കരുത്. Hey!